Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. അപ്പോൾ കാണിച്ചു തരുമ്പോൾ ഇതാണ് ഇത് വേൾഡ് ക്ലാസിക് ഫിലിമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിച്ചിരുന്നത്. ഞാൻ എന്നിട്ട് അത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു എൻഗേജിങ് ആയിട്ടൊന്നും തോന്നിയില്ല. എനിക്ക് വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു, ഇന്ന് ഷൂട്ടുണ്ടോ എന്ന് ചോദിക്കും. ഷൂട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിചാരം എനിക്ക് പണിയില്ല എന്നുള്ളതാണ്. എനിക്ക് അയ്യോ പിന്നെ അപ്പോൾ ചോറോ ഭക്ഷണമോ എന്നൊക്കെയാണ് അമ്മ ചോദിക്കുക. അങ്ങനെ ഈ കൊല്ലങ്ങളോളം പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടുകാർക്ക് പ്രതീക്ഷയൊക്കെ നശിച്ചില്ലേ. അവസാനം എന്നോട് അച്ഛൻ പറഞ്ഞിരുന്നു, ഇത് കയ്യിൽ നിന്ന് പോയി തുടങ്ങിയിട്ടാ, നീ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും. വയലൻസ് സിനിമയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിന് നിങ്ങൾക്കൊരു പരിധി നിർണ്ണയിക്കാവുന്നതാണ്. ഏത് മുതൽ അങ്ങോട്ടാണ് നമ്മൾ ഇത് കൈവിട്ട് പോകുന്നതെന്ന്. അമലേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അമലേട്ടൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് എത്തി നോക്കും, അമലേട്ടനെ കാണുമോ എന്നുള്ളത്. അതാണ് ഞങ്ങളുടെ ആകെയുള്ള ബന്ധം. എറണാകുളത്തേക്ക് വരുമ്പോൾ എനിക്കൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കാസർഗോഡ് നിന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് അവിടുന്ന് സിനിമ സ്വപ്നം കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടുന്ന് ഞാൻ ഇവിടത്തേക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആർക്കും എത്താവുന്നൊരു സ്ഥലം തന്നെയാണ്. ഡയറക്ടർമാരെ കാണാൻ പോയിരുന്നോ? ഇല്ല, ഡയറക്ടർമാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പം നമ്മൾ സിനിമക്കാരാവണമെന്ന് തീരുമാനിച്ചിട്ടേ ഉള്ളൂ. ഇനി അവർ നമ്മളെ വിളിക്കണം. അതാണ് മൈൻഡ് സെറ്റ്. ശരിക്കും അയ്യോ, അങ്ങനെ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുഴപ്പമില്ലാത്ത ഷോർട്ട് ഫിലിമൊക്കെ എടുക്കുന്നുണ്ട്, നമുക്ക് നാളെ പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ല സിനിമ എടുക്കും എന്നൊരു തോന്നൽ. അതായിരിക്കും ആ പ്രായത്തിൽ എല്ലാവർക്കും തോന്നിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കുറച്ച് യാഥാർത്ഥ്യത്തിലേക്കൊക്കെ ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഇത് അത്ര എളുപ്പമൊന്നുമല്ല, കുറച്ച് പണിയൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാവുന്ന കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ്. അപ്പം ഞങ്ങൾ എന്നിട്ട് ആ ഒരു ധൈര്യത്തിനും ജോലിയൊക്കെ വിട്ടിട്ട് എറണാകുളത്ത് വന്നു. എറണാകുളത്ത് അമലേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അപ്പം അമലേട്ടൻ്റെ വീടിൻ്റെ മുമ്പിലൂടെ പോകുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് എത്തി നോക്കും, അമലേട്ടനെ കാണുമോ എന്നുള്ളത്. അതാണ് ഞങ്ങളുടെ ആകെയുള്ള ബന്ധം എറണാകുളത്തേക്ക് വരുമ്പോൾ. പിന്നെ ശ്യാമേട്ടനെയും ദിലീഷ് പോത്തനെയൊക്കെ ഗ്രാജുവലി പരിചയപ്പെട്ടു. ഉണ്ണിമായി ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്തിരുന്നുണ്ട്. അങ്ങനെയാണ് ജീവിതത്തിലൊരു വഴിത്തിരിവുണ്ടാകുന്നത്. ആ സമയത്തൊക്കെ ഞങ്ങൾ എഴുതി കഥ പറയാൻ വേണ്ടി കുറേ നടന്നിരുന്നു കേട്ടോ. ഇവിടെ വന്ന് കൊച്ചിയിൽ വന്നു കഴിഞ്ഞതിന് ശേഷം കുറേ കാലം കഥ പറയാൻ വേണ്ടി നടന്നിരുന്നു. അങ്ങനെ നിവിൻ പോളിനെ കണ്ടിരുന്നു. പുള്ളിക്കത് ഓർമ്മ ഉണ്ടാവില്ല. അത് കാരണം പുള്ളിക്ക് തന്നെ അത് വളരെ പേടിപ്പിക്കുന്ന ഒരു ഉണ്ടെങ്കിൽ അത് പേടിപ്പിക്കുന്ന ഓർമ്മയായിരിക്കും. അങ്ങനൊരു കഥ പുള്ളിയോട് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. അത് ഞങ്ങൾക്ക് തന്നെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ പേടിയാവുന്ന കഥ. അതിനുശേഷം നിവിനെ കണ്ടിട്ടുണ്ടാവോ? പിന്നെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തൊക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര നല്ല രസമാണ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ. ഞാൻ ഒരു സിനിമയിലേ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഞാൻ വർക്ക് ചെയ്യണം എനിക്ക്. അതുപോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നല്ലോ, KG ജോർജ് സാർ പഠിപ്പിക്കാനുണ്ടായിരുന്നു. എനിക്ക് ജോർജ് സാറ്, എൻ്റെ തൊട്ട് മുമ്പത്തെ പിന്നെ ബാച്ചിന് വരെ ജോൺ പോൾ സാർ ഉണ്ടായിരുന്നു. എനിക്ക് ജോൺ പോൾ സാർ മിസ്സാണ്. KG ജോർജ് ഉണ്ടായിരുന്നു. മോഹൻ സാർ ഉണ്ടായിരുന്നു. പക്ഷയും ശാലിനി എൻ്റെ കൂട്ടുകാരെയൊക്കെ ചെയ്ത മോഹൻ സാർ ഉണ്ടായിരുന്നു. മോഹൻ സാർ ഒരു വ്യൂ ഫൈൻഡറായിട്ടാണ് വരിക, ഡയറക്ടേഴ്സ് വ്യൂ ഫൈൻഡറായിട്ടാണ് വരിക. അതും വെച്ചിട്ടാണ് നമ്മളെ ക്ലാസ്സൊക്കെ എടുത്തു തന്നിരുന്നത്. മോഹൻ സാറിന് ആ വ്യൂ ഫൈൻഡറായിട്ട് ആണ് എൻ്റെ കാരിക്കേച്ചർ ഇതിൽ കാണുന്നത്. എന്തായിരുന്നു ഓർമ്മകൾ അവിടെ നിന്ന് ഫ്രം യുവർ ക്ലാസ് റൂം? ഞങ്ങൾ കണ്ട സിനിമകൾ, ജോർജ് സാർ കാണിച്ചു തന്ന സിനിമകളൊക്കെ കിടിലൻ സിനിമകളായിരുന്നു. ഞാൻ പിന്നെ ബൈസിക്കിൾ തീവ്സ് അപ്പോഴാണ് കാണുന്നത്. പിന്നെ ജയറാം സാറിന് CS ജയറാം സാർ ഉണ്ടായിരുന്നു. പുള്ളിയാണ് ഹിസ്റ്ററി ഓഫ് ഫിലിംസ് പഠിപ്പിച്ചിരുന്നത്. കുറച്ച് ആൾക്കാർ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട അധ്യാപകരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ കാണിച്ചു തന്നിരുന്ന സിനിമകളും അവർ പറഞ്ഞു തന്നിരുന്ന അവരുടെ ലോകവീക്ഷണമൊക്കെ ഇങ്ങനെ ഭയങ്കര കുറച്ച് അങ്ങനെ ഫോമലായിരുന്നില്ല ക്ലാസ്. അതിൻ്റെ നല്ല ഫാക്കൽറ്റീസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങൾ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. ജോർജ് സാറ് ഈസ് ജെം ഓഫ് എ പേഴ്സൺ ആണ്. മറ്റേ കാർ വന്ന് നിൽക്കും. അപ്പോൾ പുള്ളിക്ക് അങ്ങനെ വലുതായിട്ട് കുറച്ച് നടക്കാൻ കുറച്ച് പ്രയാസമുണ്ടെന്നേ ഉള്ളൂ. വേറെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജോർജ് സാറ് മെല്ലെ നടന്ന് ക്ലാസ്സിലേക്ക് വരും. പിന്നെ ആ ചിരി, ഇപ്പോൾ മുഖത്തുള്ള ആ ചിരി അതിങ്ങനെ സ്ഥായി ആയിട്ടുണ്ടായിരുന്നു. ജോർജ് സാറിൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവും. വന്ന് ഇരുന്ന് എന്നിട്ട് എല്ലാവരും നോക്കി ഒന്ന് ചിരിച്ച് എന്നിട്ട് കുറച്ച് നോട്ട്സ് കുറച്ച് വായിച്ചു തരും.
എനിക്കൊക്കെ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ കയ്യിലില്ലാത്തൊരു നോട്ട്സ് പുള്ളി എന്തൊക്കെയോ വായിച്ചിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് മൊത്തം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലായിട്ട് പോലില്ല എന്താണ് വായിച്ചിരുന്നതെന്നൊക്കെ. പുള്ളിക്ക് തന്നെ മനസ്സിലാവും അത് ഇവർക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല വായിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ പുള്ളി കുറച്ച് കഴിയുമ്പോൾ പറയും നമുക്കൊരു സിനിമ കണ്ടാലോ എന്ന് കഴിയും. കാണാം, സിനിമ കാണും. സിനിമ പുള്ളി മറ്റേ ആസ്വദിച്ചിരുന്ന് കാണും. സിനിമ പാരഡീസൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം കണ്ണൊക്കെ നിറയും. അതൊക്കെയാണ് എൻ്റെ ക്ലാസ്സിൻ്റെ ഓർമ്മകൾ കേട്ടോ. അത് കഴിഞ്ഞിട്ട് തന്നെ കെ ബി വേണു സാറ് പഠിപ്പിക്കാൻ വന്നു. അപ്പോഴാണ് KG ജോർജ് സാറിനെ കുറിച്ച് ഞങ്ങളെ KB വേണു സാറാണ് എനിക്ക് പഠിപ്പിച്ചിരുന്നത്. അന്നാണ് ആരാണ് KG ജോർജ് എന്ന് മനസ്സിലാവുന്നത്. നമുക്ക് ഈ കാസർഗോഡ് വരുന്നത് വരെ നമുക്ക് അങ്ങനെ സിനിമയെ കുറിച്ചൊരു വിവരം ഉണ്ടായിട്ടൊന്നും അല്ലല്ലോ, ഐഡിയ ഒന്നുമില്ല. നമ്മളാകെ കുറച്ച് ഞായറാഴ്ചകളിൽ സിനിമ കാണുന്നതും കുറച്ച് CD വെച്ചിട്ടുള്ള സിനിമകൾ കാണുന്നതും പിന്നെ കുറച്ച് സിനിമകൾ സൺഡേ തിയേറ്റർ ഉണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് സിനിമകൾ അവിടെ ചിൽഡ്രൻസ് ഓഫ് ഹെവനും പിന്നെ അങ്ങനത്തെ കുറച്ച് വേറെ സിനിമകൾ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ആകെ ആ പരിചയം വെച്ചിട്ടാണ് ഈ വരുന്നത്, ഒരു ധാരണയില്ലാതെ. അപ്പോൾ KG ജോർജ് സാർ പഠിപ്പിക്കാൻ വരുമ്പോൾ നമുക്ക് അറിയില്ല അത്. പിന്നെ അന്ന് ഞാൻ പറഞ്ഞിരുന്നു മറ്റേ ഗോഡ് ഫാദർ കണ്ടപ്പോൾ അപ്പം കാണിച്ചിരുന്നു ഇതാണ് വേൾഡ് ക്ലാസിക് ഫിലിമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാണിച്ചിരുന്നത്. ഞാൻ എന്നിട്ട് അത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരു എൻഗേജിങ് ആയിട്ടൊന്നും തോന്നിയില്ല എനിക്ക്. ഞാൻ ടീച്ചറോട് ഇതെന്തിനാണ് അങ്ങനെ പറയുന്നത്, ടീച്ചർക്ക് എന്നെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ ടീച്ചർക്ക് എന്നോട് ഭയങ്കര എന്നെ കണ്ടിട്ട് അങ്ങനെ ചോദിച്ചതുകൊണ്ട് ഭയങ്കര വിഷമമായി ടീച്ചർക്ക്. എനിക്ക് അന്ന് മനസ്സിലായില്ല എന്തിനാണ് ടീച്ചർ ഇങ്ങനെയൊക്കെ എക്സ്പ്രഷനൊക്കെ ഇടുന്നതെന്നുള്ള. ഇത്രയൊക്കെ എക്സ്പ്രഷനൊക്കെ ഇടുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലായില്ല എനിക്ക്. എന്നിട്ട് ഞാൻ പിന്നെ ഈ ജോലിയൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോഴാണ് ഞാൻ ഗോഡ് ഫാദർ വീണ്ടും കാണുന്നത്. അന്ന് കുറച്ച് വിവരം വെച്ചിരുന്നു തോന്നുന്നു. അന്ന് കണ്ടിട്ട് ഞാൻ ടീച്ചറിനെ വിളിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അത് ഇപ്പോൾ മനസ്സിലായി എന്താണെന്നുള്ളത്. അത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കോളേജിൽ നിന്ന് നമ്മളെ വേറെ സിനിമകൾ കാണാൻ പഠിപ്പിച്ച്, അതാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. രാജേഷ്, ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴേ ഈ ഒരു ജേർണിയിൽ ഇപ്പോൾ വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് വുഡ് യു സജസ്റ്റ് ടു ഫോളോ യുവർ പാഷൻ? അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നാറുണ്ട്. കാരണം കുറേ അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടിട്ടുണ്ടാവും ഇൻ ദിസ് ഫേസ്. സെൽഫ് ഡൗട്ട് ഉണ്ടാവാം. നമ്മൾ വെറുതെ ഒരു കാര്യത്തിന് പിന്നെ ഇറങ്ങി പുറപ്പെടുന്നത് പോലെ അല്ലാതെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യമായിട്ട് കാണുകയാണ്. നമുക്കറിയാം ഇങ്ങനെയൊക്കെയുള്ളൊരു ഇതിനൊരു ഭയങ്കര ഫെയിമുള്ള ഭയങ്കര കളറുള്ള ഒരു ഫീൽഡാണിത്. അപ്പം നിങ്ങൾ ആ കളറിനെയാണ് നിങ്ങൾ പിന്നെ സ്നേഹിക്കുന്നത്, അതിലേക്ക് എത്തിപ്പെടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസിൽ പെട്ടുപോകാനാണ് കൂടുതൽ സാധ്യത. അല്ലാതെ നിങ്ങൾക്ക് ഇതിനോട് ഭയങ്കര ബഹുമാനമാണ്, ഇത് അങ്ങനെ ചില്ലറ പരിപാടിയല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സിനിമ മറ്റേ ആൾക്കാർക്കൊക്കെ അത്രക്കും ഇഷ്ടമായിട്ടുള്ള ആൾക്കാർ അത്രയും സ്വാധീനിക്കുന്ന ഇത്രയധികം ആൾക്കാർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്ന് പറയുന്ന ഫീൽഡ്. അപ്പോൾ നമുക്ക് ആ ആർട്ടിലേക്ക്, അത് ലോകത്തിൽ ഏറ്റവും അധികം പവർഫുള്ളായിട്ടുള്ള ഒരു ആർട്ടിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു തിരിച്ചറിവോടും കൂടി ഇതിനെ സമീപിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സ്പേസ് എന്തായാലും ഇവിടെ ഉണ്ടാവും. നമുക്കൊക്കെ അറിയില്ലായിരുന്നു എന്തായിരുന്നു ചെയ്യേണ്ടത്. ഇത് അറിയാതെ നമ്മളിങ്ങനെ നിരന്തരം ആഗ്രഹിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അറിയാതെ എത്തിപ്പെട്ടു പോയി എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടി നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട്. സിനിമ ചെയ്യുന്നത് അങ്ങനെ വലിയൊരു വർക്കല്ലാതായി മാറി. നമ്മൾ അത്രയും എക്യുപ്ഡായി എല്ലാവരും എല്ലാം കൊണ്ടും. അങ്ങനെ ഒരു സമയത്ത് ഇതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വർക്ക് ചെയ്യാൻ തയ്യാറാവുന്ന എല്ലാവർക്കും എത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്ഥലമാണ് സിനിമ. എനിക്കൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കാസർഗോഡ് നിന്ന് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ബന്തെടുക്ക കുളത്തൂർ എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അവിടുന്ന് സിനിമ സ്വപ്നം കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടുന്ന് ഞാൻ ഇവിടത്തേക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ആർക്കും എത്താവുന്നൊരു സ്ഥലം തന്നെയാണ്. നിങ്ങൾ അതിനോട് ആത്മാർത്ഥതയോടെ ഇടപെടുന്നുണ്ട്, ആർക്കും എത്താം. രാജേഷിൻ്റെ ഈ ഒരു മേഖലയുടെ പവറും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസും രാജേഷ് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇങ്ങനത്തെ സിനിമകൾ വളരെ നെഗറ്റീവായിട്ട് മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്നത്, അത് എക്സസ് വയലൻസ് ആയാലും അല്ലെങ്കിൽ അതിനകത്ത് ഭാഷയായാലും മിസോജിനിയാണ്, ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഒക്കെ
പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളെ കാണുന്നത് രാജേഷ് എങ്ങനെയാണ്? കാരണം രാജേഷ് ഇതിൻ്റെ പവർ മനസ്സിലാക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. സിനിമ പിന്നെ മനുഷ്യനെ സ്വാധീനിക്കില്ല എന്ന് പറയുന്ന ഒരാളല്ല ഞാൻ. സിനിമ ഭയങ്കരമായിട്ട് മനുഷ്യനെ സ്വാധീനിക്കും എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. നമ്മൾ ഈ വയലൻസിൻ്റെയൊക്കെ ഇപ്പം ഇത്ര ഫൈറ്റും ചേസും പിന്നെ ഇതും അങ്ങനെയാണ് പണ്ടേ മുതലേ കൊമേഴ്ഷ്യൽ സിനിമ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഭയങ്കര ജയൻ ഫാൻസ് ആയിരുന്നു, നമ്മൾ ബാബു ആൻ്റണി ഫാൻസ് ആയിരുന്നു. അപ്പം വയലൻസ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ്. അതൊക്കെ സിനിമയാണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉള്ള മനുഷ്യന്മാർ തന്നെയാണ് ഇവിടെ ഇത്രയധികം സിനിമകൾ കണ്ട് വളർന്നിട്ടുള്ള സാക്ഷരതയുള്ള മനുഷ്യർ. അപ്പോൾ അതുകൊണ്ട് മറ്റേ വയലൻസിൻ്റെ എന്താ, പക്ഷെ അതിന് ഒരു നമ്മളിത് എവിടുന്ന് മുതൽ അതിനേക്കാളും ഇൻറ്റൻസ് ആയിട്ട് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് സ്വാധീനിക്കാം. അതിനൊരു വരയൊക്കെ ഉണ്ടാവും എല്ലായിടത്തും. സെൻസർഷിപ്പ് പോലെ തന്നെ ഒരു ലൈൻ ഉണ്ടാവും. അതിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് ഓരോ മേക്കേഴ്സിൻ്റെയൊക്കെ പിന്നെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ വയലൻസ് സിനിമയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതിന് നിങ്ങൾക്കൊരു പരിധി നിർണ്ണയിക്കാവുന്നതാണ്. ഏത് മുതൽ അങ്ങോട്ടാണ് നമ്മൾ ഇത് കൈവിട്ട് പോകുന്നത്, അത് നമ്മുടെ മേക്കേഴ്സിൻ്റെ കയ്യിലാണ്. അത് അവരവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഇത്ര ആൾക്കാരിലേക്ക് കാണിക്കാൻ പോകുന്നൊരു വർക്കല്ലേ. അപ്പോൾ റെസ്പോൺസിബിൾ ആണ് എല്ലാ മേക്കേഴ്സും. അതെന്തായാലും അത് അവർ തിരിച്ചറിഞ്ഞിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. അതുപോലെ ഈ നേരത്തെ ലിറ്ററസിയുടെ കാര്യം പറഞ്ഞല്ലോ, നമ്മളൊരു സിനിമയെ കാണുമ്പോൾ അതിനെ അനലൈസ് ചെയ്യുക. ഇപ്പോൾ ഇന്നും ഞാൻ സിനിമ കാണുന്നത് ഒരു വളരെ ബേസിക് ലെവൽ ഓഫ് അവയർനെസ് ഉള്ള ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് ഞാൻ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. എനിക്കൊരു സിനിമ കാണുമ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളൊരു ട്രാക്കേ ഉള്ളൂ മനസ്സിൽ. ഒരു പക്ഷേ നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കും കാണുന്നത്, എക്സെപ്റ്റ് ഫോർ പീപ്പിൾ ഹൂ ആർ ഇൻ ദ ഇൻഡസ്ട്രി. എനിക്കതൊരു സീൻ വൈസ് ബ്രേക്ക് ചെയ്യാനോ ഡയലോഗ് വൈസ് ബ്രേക്ക് ചെയ്യാനോ ഒന്നും അറിയില്ല. എനിക്കതൊരു ടോട്ടാലിറ്റി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്നെപ്പോലെ ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി ഒരു സിനിമ കാണുമ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും, ഒരു സിനിമ ലിറ്ററസി എന്ന നിലയ്ക്ക് ഞാൻ എങ്ങനെ എനിക്ക് എലിവേറ്റ് ചെയ്യാൻ പറ്റും ദി എക്സ്പീരിയൻസ് ഓഫ് വാച്ചിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് നോട്ട് സോ ഗുഡ്. നമ്മൾ ഈ ഹിസ്റ്ററി ഓഫ് ഫിലിംസൊക്കെ ഇതിൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നുള്ളതുകൊണ്ട് ആണ് ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് തോന്നുന്നു. അല്ലാതെ എനിക്ക് തോന്നുന്നത് സിനിമകൾ കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളുടെ കാഴ്ചപ്പാടുകൾ മാറും. ഇപ്പം ടൊറൻറ്റ് കാലഘട്ടം കണ്ട്, ഇപ്പോൾ ടൊറൻറ്റ് ഒന്നുമല്ല, OTT കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പണ്ട് നമ്മൾ മറ്റേ ക്രിസ്റ്റഫർ നോളനെ ആയിരുന്നു എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് ക്രിസ്റ്റഫർ നോളനെ എല്ലാവർക്കും അറിയാം. അന്ന് ക്രിസ്റ്റഫർ നോളനെ അറിയുന്നവർ മറ്റേ അങ്ങനെ ഒരു പ്രൊമോട്ടായിട്ട് നടക്കുന്ന സാധനമായിരുന്നു. പക്ഷെ ഇന്ന് എല്ലാവർക്കും അറിയാം നോളനല്ല ആൾക്കാർ അങ്ങനെ അധികം സ്വാധീനിക്കുന്ന ഡയറക്ടർ എന്ന് തോന്നുന്നു. അത്രയും ഡയറക്ടേഴ്സിനെ കുറിച്ചിട്ട് ഭയങ്കര ധാരണയുള്ള. എന്തുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ ഉണ്ട് ഇവിടെ എന്നുള്ളത് നമുക്ക് അറിയാതിരുന്നൊരു സമയത്തായിരുന്നു ഇതിൻ്റെ സ്ട്രേറ്റ് ജേണി ഉണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് അത്രയധികം സിനിമകൾ കാണുന്നുണ്ട്. അത്രയധികം സിനിമകൾ കാണുമ്പോൾ തന്നെ വിഷ്വലി നമുക്ക് ഇങ്ങനെയൊക്കെ കഥകൾ പറയാമല്ലോ, നമുക്ക് അറിയില്ലായിരുന്നു അതുവരെ. ഇപ്പം വളരെ കോമൺ ആയിട്ട് പറഞ്ഞു വരുമ്പോൾ ഈ ആമേനൊക്കെ ഇറങ്ങുന്നത് വരെ ആമേൻ പോലൊരു ഒരു വിഷ്വൽ ലാംഗ്വേജിലൊരു ഫാൻറ്റസി ഉണ്ടാവുക കേട്ടോ. ഞാനിങ്ങനെ ജനറലൈസ് ചെയ്യുന്നതല്ല. പക്ഷെ അങ്ങനൊരു സിനിമയുടെ ആ പ്രോസസ്സ്, അങ്ങനൊരു സിനിമ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ചാപ്പാക്കുരിശ്. ഞാൻ ആ ചാപ്പാക്കുരിശ് കണ്ടിട്ട് ശരിക്കും എനിക്ക് അതിശയം തോന്നി, ഇങ്ങനെ സിനിമ എടുക്കാമോ. അതാണ് അത് ആക്ച്വലി പിന്നെ നമ്മൾ അങ്ങനത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ഷൈജു ഖാലിദ് ആയി കഴിഞ്ഞാൽ സമീർക്കൊക്കെ അങ്ങനത്തെ സിനിമകൾ കണ്ടിട്ടുണ്ടാവും. ലോക സിനിമകൾ നന്നായിട്ട് കാണുന്ന ഒരാളായതുകൊണ്ടാണ് നമുക്ക് മലയാളത്തിൽ ഇങ്ങനൊരു പിന്നെ രീതിയും അത് ഞാൻ പറഞ്ഞ അത് വേറെ പിന്നെ എക്സ്പോഷർ ഉള്ളതുകൊണ്ട് വേറെ രീതിയിൽ കഥ പറയാൻ, വേറെ ഈ ക്രാഫ്റ്റിന് ഇങ്ങനെ ഉപയോഗിക്കാമെന്ന് തോന്നും. അത് എപ്പോഴും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമ ചെയ്തത് അയാൾക്ക് അത്ര ലോക സിനിമയെ കുറിച്ച് അത്ര ധാരണ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്തരം സിനിമകൾ ചെയ്ത് തന്നത് പുള്ളി. അല്ലാതെ പുള്ളി അത് എന്താ ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ളൊരു ഫിലിം മേക്കിംഗ് പരിപാടി പുള്ളി ഉണ്ടാക്കി തന്നതാണ്. നമ്മൾ കണ്ടിട്ടേ ഇല്ലായിരുന്നു അങ്ങനത്തെ സിനിമകൾ അതുവരെ. അരവിന്ദൻ്റെ സിനിമകൾ, പിന്നെ ജോൺ അബ്രഹാമിൻ്റെ സിനിമകൾ, ജോർജ് സാറിൻ്റെ സിനിമകൾ കുറച്ചും കൂടി മറ്റേ ഇവിടുത്തെ ആൾക്കാർക്കും കൂടി കണക്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ട് എന്ന് തോന്നുന്നു അതിന്. പക്ഷേ ഇവരൊക്കെ ആ
പത്മരാജൻ സാറിൻ്റെ സിനിമകൾ എൻ്റെ പത്മരാജൻ സിനിമകൾ ഭയങ്കര മലയാളികളുടെ സിനിമയായിട്ടാണ് എനിക്ക് മലയാളികളുടെ സിനിമയാണ് അത് എപ്പോഴും. പിന്നെ ഞാൻ ഭയങ്കര ഫാനാണ് എന്തായാലും. ഞാൻ പത്മനാഭൻ പുള്ളിയുടെ എഴുത്തുകളുടെ ഫാനാണ് ഞാൻ. എനിക്ക് പുള്ളിയുടെ മറ്റേ കൂടുതൽ ഇഷ്ടം കള്ളം പവിത്രൻ ഒരിടത്തൊരു ഫയൽവാൻ പോലുള്ള സിനിമകളാണ്. എനിവേ മൂവിങ് ഓൺ ടു യുവർ ഫാമിലി, ഇപ്പോൾ അച്ഛനും അമ്മയും ഇന്ന് ഈ സക്സസ് കാണുമ്പോൾ അവരെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? ചേച്ചിമാരെന്താണ് പറയുക? വാട്ട് ഇസ് ദിസ് സക്സസ് മീൻ ഫോർ യുവർ ഫാമിലി? അച്ഛൻ്റെ റെസ്പോൺസ് എന്തായിരുന്നു? ആദ്യമായിട്ട് തിയേറ്ററിൽ കൊണ്ടുപോയി സ്വന്തം സിനിമ കാണിക്കുന്നത് ഏതായിരുന്നു? ഞാൻ കൊണ്ടുപോയത് എന്നാ തങ്കേശോട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതിനു മുമ്പൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല. സിനിമ കാണാൻ അങ്ങനെ പിന്നെ ഞങ്ങൾ ഭയങ്കര കുറവാണ് സിനിമ കാണുന്നത്. ഞാൻ എൻ്റെ ഓർമ്മയിൽ എൻ്റെ അച്ഛൻ്റെ കൂടെ ഇപ്പം ഞാൻ കൊണ്ടുപോയതും കൂട്ടിയിട്ട് 5 പ്രാവശ്യം സിനിമ കണ്ടിട്ടുണ്ടാവും തിയേറ്ററിൽ നിന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഇപ്പം മരണമാസം കാണിക്കാൻ കൊണ്ടുപോയി, എന്നാ തങ്കേശോട് കാണിക്കാൻ കൊണ്ടുപോയി, പിന്നെ സുരേഷ് സുമലത്തെ അവർ പോയി കണ്ടിരുന്നു. ഞാൻ അതിനുണ്ടായിരുന്നില്ല അവരുടെ കൂടെ. അപ്പോൾ അച്ഛൻ എന്നത്തെ കേസുകൊണ്ടൊക്കെ സമയത്ത് പിന്നെ നമ്മൾ ആൾക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങുക, അപ്പോൾ എല്ലാവരും ബഹളമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ടാകുമ്പോൾ അച്ഛൻ ഇത് ഇങ്ങനെ തിരക്കാക്കുന്നത്, ഞാൻ വരുന്നില്ല എന്നാൽ പറഞ്ഞു അച്ഛൻ. ഞാൻ പറഞ്ഞു അച്ഛൻ ഞാൻ എൻ്റെ സിനിമക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്, പിന്നെ അപ്പോൾ നിങ്ങൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിഷമാവില്ലേ, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചൂടെ? അപ്പോൾ അച്ഛൻ വരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് സിനിമക്കൊക്കെ വന്നിട്ട്. അവർക്കിപ്പോൾ ഞാൻ എന്താണ് സിനിമയിൽ ഞാൻ ഡയറക്ടറാണ്, ആക്ടർ ആയതുകൊണ്ട് എനിക്ക് മോൻ അഭിനയിക്കുന്നുണ്ട് സിനിമയിൽ എന്നുള്ളത് മനസ്സിലാവുന്നല്ലാണ്ട് സിനിമയിൽ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ധാരണ എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടാവില്ല. ഞാനിപ്പം അവിടെയൊക്കെ മനസ്സമാധാനത്തോടെയാണ് ഇരിക്കുന്നത്. അമ്മക്ക് ഇപ്പോഴും വിളിച്ചിട്ട് എന്നോട് ചോദിക്കുന്നു ഇന്ന് ഷൂട്ടുണ്ടോ എന്ന് ചോദിക്കും. ഷൂട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ വിചാരം എനിക്ക് പണിയില്ല എന്നുള്ളതാണ്. എനിക്ക് അയ്യോ പിന്നെ അപ്പോൾ ചോറോ ഭക്ഷണമോ എന്നൊക്കെയാണ് അമ്മ ചോദിക്കുക. ഈ ഷൂട്ടില്ല വീട്ടിലിരിക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വിചാരിക്കാൻ നമുക്ക് അയ്യോ അപ്പോൾ ജോലി ഇല്ലേ എന്നുള്ളതാണ് അവരുടെ കോൺസെപ്റ്റ്. അങ്ങനെയാണ് സിനിമയെ കാണുന്നത്. അപ്പൊ ഒരു ചേച്ചിമാർക്കൊക്കെ കുറച്ചെങ്കിലുമൊക്കെ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇതെന്തായാലും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം പോയി വരുമ്പോൾ ഞാൻ അടുത്ത മാസം സെറ്റാവും എന്ന് പറഞ്ഞിട്ട് ഒരു 6-7 കൊല്ലം ഞാൻ അങ്ങനെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട് അവരെ. അടുത്ത മാസം ഞാൻ വരുമ്പോൾ ഞാൻ സെറ്റായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും വരുന്നത് വീട്ടിൽ നിന്ന്. അങ്ങനെ ഈ കൊല്ലങ്ങളോളം പറ്റിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടുകാർക്ക് പ്രതീക്ഷയൊക്കെ നശിച്ചില്ലേ. അവസാനം എന്നോട് അച്ഛൻ പറഞ്ഞിരുന്നു ഇത് കയ്യിൽ നിന്ന് പോയി തുടങ്ങിയിട്ടാ നീ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യേണ്ടി വരുമായിരിക്കും, ഇല്ലെങ്കിൽ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ മറ്റേ സാമ്പത്തികമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നില്ല, പക്ഷേ വീട്ടിലേക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അച്ഛൻ അവസാനം പറഞ്ഞത് എന്നെ കൊണ്ട് ഇത്രയും പറ്റുന്നുള്ളൂ. ശരിക്കും അച്ഛന് പറ്റുന്നില്ല. അതെന്ന് വെച്ചാൽ അച്ഛൻ ഈ കല്ലൊക്കെ എടുത്ത് പൊക്കുന്നതൊക്കെ ജോലിയാണ്. അപ്പം എൻ്റെ അച്ഛൻ എന്നെക്കാളും ചെറുതാണ്, എൻ്റെ ഇത്രയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ, എന്നെക്കാളും മെലിഞ്ഞിട്ടാണ്. അപ്പം അച്ഛൻ ഈ കല്ല് ഒരു 50 കിലോ അച്ഛനെക്കാളും വെയിറ്റുള്ള ഒരു കല്ലെടുത്ത് പൊക്കണം. അത് അച്ഛന് തീരെ പറ്റാതായപ്പോഴാണ് അച്ഛൻ ജോലി നിർത്തിയത്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ പറഞ്ഞിരുന്നു എന്നോട് നീ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമായിരിക്കും കേട്ടോ എന്ന്. അതുവരെ എന്നെ ഒരു തരത്തിലും എന്നെ സ്വപ്നം കാണാൻ അനുവദിച്ചുകൊണ്ടേയിരുന്നു വീട്ടുകാർ. അതാണ് ഞാനിങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ കാര്യം. പിന്നെ എൻ്റെ ഫ്രണ്ട്സും കേട്ടോ, എനിക്ക് രതീഷ് ഏട്ടൻ, വിനീത്, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. നീ തിരിച്ചു വരല്ലേ എന്ന് പറഞ്ഞിട്ട് മറ്റേ എത്ര പിന്നെ പൈസ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വെച്ചിട്ട് അപ്പോൾ എനിക്ക് പൈസയൊക്കെ തന്നിട്ട് പോകുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഇവിടെ നിൽക്ക് ഇപ്പം ശരിയാവും എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെയൊക്കെ ആൾക്കാരുടെ അതാണ് എനിക്ക് അങ്ങനെയൊക്കെ ജീവിച്ചതുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നത് ഉത്തരവാദിത്വം ഇല്ലാതൊരു പരിപാടി ചെയ്യരുത് എന്നുള്ളത്. എനിക്ക് ആ ജീവിതം കൊണ്ട് തന്നെ എന്നെ കുറച്ച് ഉത്തരവാദിത്വം ഏൽപ്പിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ ജസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടുണ്ട്. അപ്പോൾ അവൻ എന്നെ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ആ പൈസ തിരിച്ചു കൊടുക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലടാ ഇതിപ്പോൾ എനിക്ക് ആവശ്യമില്ല, ഇത് വേറൊരാൾക്കെങ്കിലും ആവശ്യം വരും, അപ്പോൾ നീ അതങ്ങോട്ട് കൊടുത്താൽ മതി എന്ന്. അതൊക്കെ ഭയങ്കര മറ്റേ ജീവിതത്തിൽ അങ്ങനത്തെ മൊമെൻറ്റുകളായിരുന്നു എനിക്ക്. അതൊക്കെയാണ് എന്നെ ഇങ്ങനെ ഇവിടെ എത്തിയിരിക്കുന്നത്. രാജേഷിൻ്റെ ഈ ഒരു ചാലഞ്ച് ഓഫ് കോഴ്സ് ഈ സോഷ്യൽ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് അതൊക്കെ ഒരു വശത്ത് വെച്ചാൽ തന്നെ ഞാൻ സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു ഫിസിക്കൽ ഫ്രെയിം വർക്ക് കാണും. ഇപ്പോൾ രാജേഷ് പറഞ്ഞ പോലെ തന്നെ അച്ഛൻ രാജേഷിനേക്കാളും മെലിഞ്ഞിട്ടായിരുന്നു. എനിക്ക്
അമ്മയും രാജേഷിൻ്റെ ഫസ്റ്റ് സീനിൽ രാജേഷിനെ വിളിക്കുന്ന മഹേഷിൻ്റെ പ്രതികാരത്തിൽ പെട്ടെന്നൊരു പേര് വിളിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് ഒരു ബോഡി ഷെയ്മിങ് ആണ് ശരിക്കും. അപ്പോൾ ഫിസിക്കലി ഓൾസോ പലപ്പോഴും ആൾക്കാർ അവർ കാണുന്ന ഒരു ലെൻസ് ഉണ്ടല്ലോ, ആ ലെൻസ് ഒന്ന് മാറ്റാൻ തന്നെ ഒരു സ്ട്രഗിൾ ആയിരിക്കും. ടു ടേക്ക് യു സീരിയസ്ലി, ടു സീ യു ആസ് സംബഡി ഹു ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഗെറ്റ് ദർ. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു രാജേഷിന്? ആ ഇന്നർ സ്ട്രഗിൾ ഉണ്ടായിരുന്നോ, ഓർ യു ജസ്റ്റ് ഡിസ്റിഗാർഡഡ് ഇറ്റ് ഇറസ്പെക്റ്റീവ്? എങ്ങനെയായിരുന്നു അത്? ദീപ്തി, നിങ്ങൾ എങ്ങനെയാണ് സെറ്റായത്? അവൾക്ക് ചില കാഴ്ചക്ക് ചെറിയൊരു കുഴപ്പമൊക്കെ ആയ സമയത്താണെന്ന് തോന്നുന്നു. സിനിമ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്ക് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണ് ബാല സ്റ്റുഡിയോസ്. അവിടെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഈ ആക്ടിങ് ആണ് ഹാഫ് ഷെയിം ആൻഡ് ഹാഫ് ഗ്ലോറി എന്നാണ് പറയുക. ഒന്ന് ഗ്ലോറി എന്ന് പറയുന്നത് നമ്മളെ മറക്കുന്നതിൻ്റെ ഗ്ലോറിയും നമ്മളെ പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഷെയിമും. എൻ്റെ നാട്ടിലൊക്കെ ആൾക്കാരൊക്കെ പറയും, രാജേഷാണോ കാസ്റ്റിംഗ് ഡയറക്ടർ, എന്നാൽ പിന്നെ പോണ്ട എന്ന് പറയും. കിട്ടൂല എന്ന് പറയാം എൻ്റെ സുഹൃത്തുക്കളൊക്കെ.